ഇരുമ്പ് പാത്രങ്ങളാണ് കുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഇരുമ്പ് പാത്രം മയക്കിയെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ? അന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാനും പറ്റുന്ന ഈ ഒരു രീതി നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമ്മൾ ഈ ഒരു ഇരുമ്പിന്റെ പാത്രം കാസ്റ്റ് അയൺ ആയിക്കോട്ടെ, ഷീറ്റ് അയൺ ആയിക്കോട്ടെ, ഏത് പാത്രം വാങ്ങിയാലും നന്നായിട്ട് അഴുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യം വേണ്ടത്. ആദ്യം നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വെച്ചൊന്ന് കഴുകിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ എല്ലാ വശവും ഒരേപോലെ സോപ്പൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ വക്കുകൾ, എഡ്ജസ്, അതുപോലെ തന്നെ അതിൻ്റെ പിടി, എവിടെയൊക്കെ ഇരുമ്പുണ്ടോ ആ ഭാഗം മുഴുവനായിട്ട് കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ സോപ്പൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കളയാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ ഒരു കിച്ചൺ ടവല്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം. തുടച്ചെടുക്കുമ്പോഴും എല്ലാ ഭാഗവും ഒരേപോലെ തുടച്ചെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു കറുത്ത കളറിൽ ഇതിൻ്റെ റെസിഡ്യൂ കാണാനായിട്ട് പറ്റും കേട്ടോ. അത് ഈ ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് നല്ലെണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഞാനിപ്പം തടവി കൊടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് നമുക്ക് എല്ലാ വശവും അതിൻ്റെ അടിഭാഗത്തും സൈഡ് വശത്തും വക്കിലും എല്ലായിടത്തും ഒരേപോലെ നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണ തടവിയിട്ടുള്ള പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് പുക വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനിപ്പോൾ 2 പാനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പാനും ഒരേപോലെ തന്നെ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് പുക വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടായതിനു ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് സോപ്പൊക്കെ തേച്ച് കഴുകിയെടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തുടച്ച് വീണ്ടും നമുക്ക് എണ്ണയൊക്കെ തടവി ഈ സെയിം പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ നന്നായിട്ട് കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി 2-3 പ്രാവശ്യം വരെ ഈ ഒരു സെയിം പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഞാൻ അതിലേക്ക് 2-3 ടീസ്പൂൺ നല്ലെണ്ണ ഈ 2 പാനിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയിലിട്ട് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒരുപോലെ സവാളയൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡ് ഭാഗത്തും ഒരേപോലെ സവാളയൊക്കെ നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. ഈ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സവാള ഇനി എടുത്ത് മാറ്റാവുന്നതാണ്. ഇത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, അത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പാനൊക്കെ നന്നായിട്ട് മയങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് സീസൺ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്നുകൂട്ടൊന്ന് കഴുകിയെടുക്കാം. വെള്ളം ഉപയോഗിച്ച്, അതുപോലെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ച്, നോർമൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം. എല്ലാ വശവും ഒരുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഈ സോപ്പൊക്കെ നന്നായിട്ടൊന്ന് കളയാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് തുടച്ചെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇരുമ്പിൻ്റെ ഏത് പാത്രമാണെങ്കിലും അതിൽ വെള്ളാംശം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളാംശം ഇരുന്ന് കഴിഞ്ഞാൽ അത് തുരുമ്പെടുക്കാൻ പെട്ടെന്ന് തന്നെ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനത് തുടച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ ഒരു ബ്ലാക്ക് കളർ കാണുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ബ്ലാക്ക് കളർ കാണുകയാണെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം അധികം ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ പാൻ സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കാം. അതിലേക്ക് 2-3 തുള്ളി നല്ലെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈ എണ്ണ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തടവി കൊടുക്കാം. പാനിൻ്റെ ഉൾവശത്തും അതുപോലെ പുറകു വശത്തും വക്കിലും അതുപോലെ പിടിഭാഗത്തും എവിടെയൊക്കെ ഇരുമ്പുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ എണ്ണ തൂത്ത് കൊടുക്കാം. ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ അയൺ പാൻ. ഇരുമ്പിൻ്റെ ഈ ഒരു ഫ്രൈങ് പാൻ ഇവിടെ ഉപയോഗിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഫുഡ് പകർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും ഈ ഒരു ഇരുമ്പ് പാത്രത്തിൽ തന്നെ ഫുഡ് വെക്കാൻ പാടില്ല. അതേപോലെ ഓരോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച് ചൂടാക്കി എണ്ണ വെച്ച് ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.